നമസ്കാരം. ഇന്ന് ജൂലൈ 23, 2024 ഓണറബിൾ ഫിനാൻസ് മിനിസ്റ്റർ ലോകസഭയിൽ പ്രസന്റ് ചെയ്ത കേന്ദ്ര ബഡ്ജറ്റിൻ്റെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് ആണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഇൻഡിവിജ്വൽസ് ന്യൂ സ്കീം ഓപ്റ്റ് ചെയ്താൽ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ നിലവിൽ 50,000 റുപ്പീസ് ആയിരുന്നു. ഇത് 75,000 റുപ്പീസ് ആയിട്ട് ഇപ്പോൾ ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ ഫാമിലി പെൻഷൻ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ഡിഡക്ഷൻ കൊടുത്തുകൊണ്ടിരുന്നത് നിലവിൽ 15,000 റുപ്പീസ് ആയിരുന്നു. അത് 25,000 റുപ്പീസ് ആയിട്ട് എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. ഇൻഡിവിജ്വൽസിൻ്റെ ഇൻകം ടാക്സ് സ്ലാബ് വലിയ മാറ്റങ്ങളൊന്നുമില്ല. എങ്കിലും ചെറിയ ഒരു ചേഞ്ച് വന്നിരിക്കുന്നത് 3 തുടങ്ങി 6 ലക്ഷം വരെയുള്ളതിന് നിലവിൽ 5% അത് മാത്രം 3 തുടങ്ങി 7 ലക്ഷം വരെ 5% ആക്കിയിട്ടുണ്ട്. ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ അപ് ടു 3 lakhs നീൽ റേറ്റ്, 3 to 7 lakh 5%, 7 to 10 lakh 10%, 10 to 12 lakh 15%, 12 lakh to 15 lakhs 20%, more than 50 lakhs 30%. ഇതാണ് ഇൻഡിവിജ്വൽസിൻ്റെ ഇൻകം ടാക്സ് സ്ലാബ് പുതിയ സ്കീമിൽ ഓപ്റ്റ് ചെയ്യുന്നവർ. മറ്റൊരു പ്രധാന മാറ്റം ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ്. ഓൺ സർട്ടൻ ഫിനാൻഷ്യൽ അസറ്റ്സിൻ്റെ കാര്യത്തിൽ നിലവിലുള്ള 15% എന്നുള്ളത് 20% ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും 10% എന്നുള്ളത് 12.5% ആയി ഇൻക്രീസ് ചെയ്യുകയാണ്. പീരീഡ് ഓഫ് ഹോൾഡിംഗ് ഫോർ ഷോർട്ട് ടേം നിലവിൽ അത് 1 year ആയിരുന്നു. അതിപ്പോൾ 2 വർഷത്തോട്ട് ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ്. മറ്റൊരു പ്രധാന മാറ്റം പറയുന്നത് ബെനിഫിറ്റ് ഓഫ് ഇൻഡെക്സേഷൻ ആണ്. ലാൻഡ് ആൻഡ് പ്രോപ്പർട്ടിക്ക് ഇൻഡെക്സേഷൻ കിട്ടുമായിരുന്നു. ആ ബെനിഫിറ്റ് ഇപ്പോൾ വിഡ്രോ ചെയ്യുകയാണ്. കൂടാതെ ഈ കൂട്ടർക്ക് എക്സിസ്റ്റിംഗ് എക്സംഷൻ എലിജിബിൾ ആയിട്ടുള്ളത് ഓരോ ഫിനാൻഷ്യൽ ഇയറിലും 1 lakh റുപ്പീസ് ആയിരുന്നു. അതിപ്പോൾ 1.25 lakhs ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ചാരിറ്റീസ് ആൻഡ് TDSന്റെ ടാക്സ് എക്സംഷൻ റിജീം തന്നെ ഫോർ ചാരിറ്റി മെർജ്ഡ് ഇൻടു 1 TDS ആയിരിക്കുകയാണ്. നിലവിലുണ്ടായിരുന്ന 5% TDS ഇപ്പോൾ മെർജ്ഡ് ഇൻടു 2% TDSയിലോട്ട് വന്നു. 20% TDS ഓൺ റീപർച്ചേസ് ഓഫ് യൂണിറ്റ്സ് ബൈ മ്യൂച്വൽ ഫണ്ട്സ് ഫ്രം UTI എല്ലാം വിഡ്രോ ചെയ്തിരിക്കുകയാണ്. അതുപോലെ TDS റേറ്റ് ഓഫ് ഇ കോമേഴ്സുമായി ബന്ധപ്പെട്ട TDS റെഡ്യൂസ്ഡ് ഫ്രം 1% to 0.1%. A credit of TCS also to be given in TDS which used to be deducted in salary. എന്ന് പറഞ്ഞാൽ TCSന്റെ ക്രെഡിറ്റും കൂടി സാലറി ക്ലാസ്സുകാർക്ക് TDS ഡിഡക്റ്റ് ചെയ്യുമ്പോൾ TCSന്റെ ക്രെഡിറ്റും കൂടി റീഡ് ചെയ്യണം അല്ലെങ്കിൽ കൗണ്ട് ചെയ്യണം എന്നുള്ളൊരു പ്രൊവിഷനും കൂടി പുതിയതായിട്ട് വരികയാണ്. TDS സമയത്ത് റിട്ടേൺ ഫയൽ ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ TDS അടച്ചില്ലെങ്കിൽ ഡിഫോൾട്ടേഴ്സിന് ഇപ്പോൾ ഒരു പുതിയ SOP നിലവിൽ വരികയാണ്. എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. ഇതിൻ്റെ പ്രൊസീജിയർ എല്ലാം സിംപ്ലിഫൈ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് വരുന്നത്. മറ്റൊരു മാറ്റം റീഓപ്പൺ ഓഫ് അസസ്മെൻ്റ് ആണ്. ഒരു അസസ്മെൻ്റ് റീഓപ്പൺ ചെയ്യുവാൻ കാലപരിധിയുണ്ട്. ഈ സിറ്റുവേഷനിൽ എസ്കേപ്ഡ് ഇൻകം 50 ലക്ഷമോ അതിൽ മുകളിലോ ആണെങ്കിൽ 3 to 5 yearsനുള്ളിൽ വേണം അത് റീ അസസ്മെൻറ്റ് നടത്തുവാൻ. സെർച്ച് കേസിലാണെങ്കിൽ നിലവിലുള്ള 10 വർഷം എന്നുള്ളത് 6 വർഷമായിട്ട് ചുരുക്കിയിരിക്കുകയാണ്. ഇനിയുള്ള മാറ്റങ്ങൾ കസ്റ്റംസ് ഡ്യൂട്ടിയിലാണ്. പല ഐറ്റംസിനും കസ്റ്റംസ് ഡ്യൂട്ടിയിൽ റേറ്റ് കുറയ്ക്കുകയും അതനുസരിച്ച് ഇതിൻ്റെ വില കുറയുകയും ചെയ്യും. മെയിൻ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ കസ്റ്റംസ് ഡ്യൂട്ടി ഓൺ ഗോൾഡ്, പ്ലാറ്റിനം, സിൽവർ, മൊബൈൽ ഫോൺ ചാർജർ, മെഡിക്കൽ എക്യുപ്മെൻറ്റ്, എക്സ്റേ ട്യൂബ്, ഫ്ലാറ്റ് പാനൽ ഡിറ്റക്ടർ, അതുപോലെ മറൈൻ പ്രൊഡക്ട്സിൽ ഷ്രിമ്പ്, ഫിഷിൻ്റെ ഫീഡ് തുടങ്ങിയവ, ലെതർ, ടെക്സ്റ്റൈൽസ്, ഇവിടെയെല്ലാം റേറ്റുകൾ കുറഞ്ഞിരിക്കുകയാണ്. ചില ഐറ്റംസിൻ്റെ റേറ്റുകൾ കൂട്ടിയിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ പ്ലാസ്റ്റിക് PVC, ടെലികമ്മ്യൂണിക്കേഷൻ എക്യുപ്മെൻറ്റിലെ PCBA, അങ്ങനെ ചില ഐറ്റംസിന് മാത്രം കസ്റ്റംസ് ഡ്യൂട്ടിയും എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. അവസാനം പറയാനുള്ളത് മറ്റ് പ്രധാനപ്പെട്ട ഒരു പ്രപ്പോസൽ 53rd GST കൗൺസിൽ മീറ്റിംഗുമായി
ബന്ധപ്പെട്ട് എടുത്തിട്ടുള്ള എല്ലാ സജഷൻസും അല്ലെങ്കിൽ റെക്കമെൻഡേഷൻസും ഈ ബഡ്ജറ്റിലും ധനമന്ത്രി റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. താമസിയാതെ തന്നെ ഇത് ഫിനാൻസ് ബില്ലാകുന്ന മുറയ്ക്ക് ഇത് പ്രാബല്യത്തിൽ വരും, നോട്ടിഫൈ ചെയ്യുന്നതുമായിരിക്കും. ഇതാണ് ഇന്ന് പുറപ്പെടുവിച്ച സെൻട്രൽ ബഡ്ജറ്റിൻ്റെ പ്രധാന ഹൈലൈറ്റ്സ്. താങ്ക് യു.